ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 ബുധനാഴ്ച വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ സക്സസ് ടീസർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ടോവിനോയ്ക്ക് പുറമെ പൃഥ്വിരാജിന്റെ പട്ടേലർ കുഞ്ഞമ്പുവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള 1 മിനിറ്റ് 18 സെക്കൻഡ് ദൈർഘ്യമുള്ള വളരെ മികച്ച ഒരു സക്സസ് ടീസറാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ രണ്ടാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 4,80,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ വെള്ളിയാഴ്ച കൂടിയായ മൂന്നാം ദിവസമായി ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,65,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 6,40,00,000, 6,50,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. അതേസമയം ഇന്ന് ഒഫീഷ്യൽ പോസ്റ്ററോ അതുപോലെ തന്നെ വിശദമായ ട്രാക്കേഴ്സ് റിപ്പോർട്ടോ പുറത്തു വന്നിട്ടില്ല. ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി റേഞ്ചിലാണ്. കുഞ്ചാക്കോ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 36,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് കേരളത്തിൽ അങ്ങനെ നേടിയെടുത്തിരിക്കുന്നത് 1,20,00,000 രൂപയാണ്. അതേസമയം മൂന്നാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 25,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 1,45,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലുമാണ്. വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ വെള്ളിയാഴ്ച കൂടിയ 16 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 99,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 16ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3,30,00,000 റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 103 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ അതിവേഗ 100 കോടിയിൽ എത്തപ്പെടുന്ന ആദ്യ സിനിമ കൂടിയാണ് വാഴ 2. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 24 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടപ്പോൾ തുടരും എന്ന മോഹൻലാൽ സിനിമ 19 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടത്. അതേസമയം വാഴ 2 കൃത്യമായി പറഞ്ഞാൽ 16 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 15 ദിവസം കൊണ്ട് 190 കോടി മറികടന്ന ഈ സിനിമ 16ാം ദിവസം എന്ന വെള്ളിയാഴ്ചയോടെ 195 കോടിയുമുള്ളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ ശനിയാഴ്ചയോടെ തന്നെ ഈ സിനിമ 200 കോടിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ ആദ്യ ഒരു വാരം പിന്നിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 8ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിൽ 7,75,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10,50,00,000 രൂപയുമാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 8ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,10,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 8,85,00,000 റേഞ്ചിലാണ് ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12-12.5 കോടി റേഞ്ചിലാണ്. പ്രിയദർശന്റെ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമ ഭൂത് ബംഗ്ല ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, ടാബു, വാമിക ഗബ്ബി, രാജ്പാൽ യാദവ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ പ്രീമിയർ ഷോയ്ക്ക് ശേഷം തന്നെ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 15,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് പ്രീമിയർ ഷോ ഉൾപ്പെടെ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസായി പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.